MG സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിഭജിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. സിൻഡിക്കേറ്റിനെതിരെ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തെത്തി. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് വിഭജനം എന്നാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം. നിലവിൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് എന്ന ഒറ്റ വിഭാഗമാണ് MG സർവകലാശാലയിലുള്ളത്. ഇത് വിഭജിക്കാനാണ് പുതിയ സർക്കുലർ സിൻഡിക്കേറ്റ് പുറത്തിറക്കിയത്. പുതിയ തീരുമാനപ്രകാരം ഡയറക്ടറേറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും എന്നിങ്ങനെ രണ്ട് തട്ടിലാകും. രണ്ട് വിഭാഗത്തിനും പ്രത്യേകം ഡയറക്ടർമാരുണ്ടാകും. സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ അധ്യാപനവും ഗവേഷണവും, ഡയറക്ടറേറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കായിക വികസനവുമാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ പരിഷ്കാരം പരിശീലനത്തിലടക്കം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സും ഫിസിക്കൽ എഡ്യൂക്കേഷനും തമ്മിലൊരു ബന്ധമില്ല, അതുകൊണ്ടാണ് ഇത് പിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ആസ് എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുള്ളത്, അത് ഇങ്ങനെയാണ് PGക്ക് വരുന്നത്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് പഠിപ്പിക്കുന്നത് സ്പോർട്സ് ആണ്, അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് തിരിമറികൾ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സമാനമായ രീതിയിൽ കണ്ണൂർ സർവകലാശാലയിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ കണ്ണൂർ സർവകലാശാലയിൽ ഇത് പരാജയപ്പെട്ടുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതിനു മുന്നേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം നടപ്പാക്കുകയുണ്ടായി. വളരെ തരത്തിൽ പൊട്ടിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചിലരുടെ വ്യക്തി താല്പര്യം മൂലം മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിന് പോസിറ്റീവായിട്ടൊരു ഇത് കിട്ടുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. കായിക മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്ന തീരുമാനമാണെന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത്. സർവകലാശാലയിലെ കായിക അധ്യാപകരുടെ സംഘടനയും തീരുമാനത്തെ എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം മികച്ചതാക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെടുത്തതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. ഈ മേഖലയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്തവർ നടത്തുന്ന ഇത്തരം പരിഷ്കാരങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പിനുള്ള ശ്രമമാണോ എന്ന സംശയവും വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.